ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഏകദേശം ചാപ്റ്ററിന്റെ അവസാന സെക്ഷനിലേക്ക് കടന്നു. ഏകദേശം 2 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ള ഈ ചാപ്റ്ററിൽ നമുക്ക് അതുപോലെ കഴിഞ്ഞ നമ്മുടെ ചാപ്റ്റർ ഫിനിഷ് ആവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രാക്ഷനിൽ നിന്ന് ഡെസിമൽ വാല്യൂസിലേക്ക് മാറ്റാൻ പഠിച്ചായിരുന്നു അല്ലെ. അതിന്റെ തുടർച്ചയായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് വരുന്നത്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 1/11. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത 2 ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദ ഡെസിമൽ ഫോംസ് ഓഫ് 2/11, 3/11 ആൻഡ് വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 10/11. വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ചെയ്യാൻ കുറച്ച്. അതിൽ 1/11 ഡെസിമൽ ഫോം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലോങ് ഡിവിഷൻ മെത്തേഡ് ആണ് കുറച്ചുകൂടെ എളുപ്പം. അവർ ഏത് രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ലോങ് ഡിവിഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. 1-ത്തില്ല, നമുക്ക് ഡെസിമൽ കഴിഞ്ഞിട്ട് കുറെ സീറോസ് ഇട്ട് കൊടുക്കാം. ഇതില് 1-ത്തില്ല 0, ദെൻ 0 ടൈംസ് റിമൈൻഡർ 1, 10, 10-നകത്തില്ല 0, ദെൻ അടുത്ത പ്ലേസ് കൺസിഡർ ചെയ്തു 100, 100-നകത്ത് 9 ടൈംസ് 99, റിമൈൻഡർ 1, അഗൈൻ 10, 10-നകത്ത് 0 ടൈംസ് അടുത്ത പ്ലേസ് 100, 99, റിമൈൻഡർ 1. ഇതിങ്ങനെ അങ്ങ് പോകും അല്ലെ. അപ്പോ എന്ത് ചെയ്യുന്നുണ്ടോ? 0.090909 എന്നുള്ള രീതിയിൽ അങ്ങ് പോകും. അപ്പൊ ഇതാണ് 1/11 വാല്യൂ. ഇത് നോർമൽ മെത്തേഡ്. ഇനി നമ്മൾ പഠിച്ച രീതി വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരുന്നോളൂ. ഇതിന്റെ വാല്യൂ വെച്ചാൽ 1/11 വെച്ചാൽ 0.090909 എക്സെട്ര. നമുക്ക് ഇതായിരുന്നു കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, നമുക്ക് നമ്മുടെ പാറ്റേൺ വെച്ച് എങ്ങനെയാ ചെയ്ത് നോക്കാം. 1/11 ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് നമുക്ക് എഴുതുമ്പോഴും കുറച്ച് പോരായ്മകൾ ഉണ്ടാവും. ഓക്കെ, 1/11 നമുക്ക് എങ്ങനെ എഴുതാം? 10 കൊണ്ടാകുമ്പോ 10/11 into 1/10. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടാണ്. അപ്പൊ നമുക്ക് ഈ 10ന്റെ കേസ് അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് 100 കൊണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. 10ന്റെ കേസ് ചെയ്യണ്ട, കാര്യം 10 ഡിവൈഡ് ചെയ്യാനേ പറ്റുന്നില്ല. 100 ആവുമ്പോ എങ്ങനെ എഴുതും? 9 അല്ലെ. 100-നകത്ത് 9 ടൈംസ് ആണ്. 100-നകത്ത് 11, 9 ടൈംസ് 99, റിമൈൻഡർ 1 അല്ലെ. അപ്പോ എങ്ങനെ വരും? 100 പ്ലസ് ഇതിനെ മാറ്റി എഴുതുമ്പോ എങ്ങനെ വരുന്നേ? 9 പ്ലസ് 1/11 ഇൻറ്റു 1/100. നമ്മൾ 10 ഒഴിവാക്കേണ്ട കാര്യം ഫസ്റ്റ് 10 ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോ ഇത് 9/100 പ്ലസ് 1/1100. ഓക്കെ, ഇതിനെവിടെ ഇപ്പുറത്ത് വരുന്നു 1/11 മൈനസ് 9/100 ഈക്വൽ ടു 1/1100. ഓക്കെ, ഈ 9/100 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഈക്വൽ വരുന്നത് 09 എന്നാണ് വരുന്നത്. 0.09. ഓക്കെ, ഇപ്പം ഇത് ഫസ്റ്റ് കേസ് ആയിട്ട് നമ്മൾ നടത്തുന്നു. 1/11 മൈനസ് 9/100 ഈക്വൽ ടു 1/1100. ഇനി അടുത്തത് 100-ൽ നിന്ന് നമുക്ക് അടുത്ത പ്ലേസിലേക്ക് പോവാം. 1000-ലേക്ക് പോവാം. 1000 ആകുമ്പോൾ ഒരു 0 കൂടെ എക്സ്ട്രാ വരും. അപ്പൊ 1000-നകത്ത് എത്ര ടൈംസ് ആണെന്ന് നോക്കാം. 1000-നെ ഡിവൈഡ് ചെയ്ത 1000 ഡിവൈഡ് ബൈ 11. അപ്പം 0.ഇതിനകത്ത് 1000-നകത്ത് ആകുമ്പോൾ ഇവിടെ 9, 99, റിമൈൻഡർ 1, 10, 10-നകത്ത് 0 ടൈംസ്. ഓക്കെ, എങ്ങനെ വരുന്നേ? 90 പ്ലസ് 10/11 എന്ന് വരും ഇൻറ്റു 1/1000. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? 1/11 ഈക്വൽ ടു, അല്ലെങ്കിൽ അടുത്ത പ്ലേസ് എഴുതാം. എത്ര കിട്ടും? 90/1000 പ്ലസ് 10/110. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ ഒരു 0 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? 1/11 മൈനസ് 90/1000 ഈക്വൽ ടു 1/1100. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമോ? അതായത് കുഴപ്പമില്ലായിരിക്കും അല്ലെ. 1/11 മൈനസ് 9/1000, 90/1000, 90/1000. അപ്പൊ സോറി, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരു സംഭവം വരും. ആ 90 ആയതും 00 എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ചെയ്ത് വീണ്ടും ഈ സ്റ്റെപ്പ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഈ പറഞ്ഞ ഏതാ 1000-ന്റെയും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നിങ്ങൾ 90 ചെയ്തപ്പോഴും കിട്ടിയത്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആ സ്റ്റെപ്പ് എഴുതുവാണെങ്കിൽ, നമ്മൾ 0 ക്യാൻസൽ ചെയ്ത് എഴുതുവാണെങ്കിൽ 1/11 മൈനസ് 90/1000 ഇസ് ഈക്വൽ ടു 10/1100 എന്ന്. ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് ഇവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും 10,000-ലേക്കും പിന്നെ വീണ്ടും ലാക്കിലേക്കൊക്കെ പോയാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ.
അടുത്ത 10,000 കൊടുക്കുമ്പോൾ വീണ്ടും നമുക്കൊരു 9ന്റെ കേസ് വരും. ഇതിനേക്കാൾ എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ട് നിങ്ങൾ ലോങ് ഡിവിഷൻ ചെയ്യുന്നതായിരിക്കും ഈ കേസിൽ ഇത്തിരി ബെറ്റർ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് അറിയാം. ഇവിടെ സീറോസിനോട് എൻഡ് ചെയ്യുമ്പോൾ സീറോസിനോട് അടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? 1/11 അടുക്കും. അങ്ങനെ ഇതിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ് വാല്യൂ 0.090909 എന്ന് പോകും. ഓക്കെ, 09 വരുന്നില്ലയോ എന്നൊരു സംശയം ഉണ്ടോ? കാര്യം 9/100ന്റെ വാല്യൂ 0.09 ആണേ, അല്ലാതെ എവിടുന്ന് 0 വന്നു നോക്കരുത്. 9/10 ആണെങ്കിലേ 0.9 ആവത്തുള്ളൂ. 9/100 ആകുമ്പോൾ 0.09 ആണ്. അപ്പൊ 0909 ആണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. നമുക്ക് ഈ രീതി ചെയ്യണമെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റെപ്പും കൂടെ നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അത് ചെയ്തു പോകുക. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് വരാം. 1/11ന്റെ വാല്യൂ അതേ രീതിയിൽ ചെയ്ത് നമുക്ക് 1/11 നമ്മൾ കൺക്ലൂഡ് ചെയ്തേക്കുന്നത് 0.0909 എക്സെട്ര എന്ന് പറയും. ഓക്കെ, ഇതാണ് നമുക്ക് ഇത്. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മാത്രം എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചാൽ നിങ്ങൾ ലോങ് ഡിവിഷൻ ആയിരിക്കും ഈ കേസ് കുറച്ചുകൂടെ ബെറ്റർ. എല്ലാ കേസിലും ലോങ് ഡിവിഷൻ തന്നെയാണ് ബെറ്റർ. ഇവിടെ നമുക്ക് ഒത്തിരി സ്റ്റെപ്പുകൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പാറ്റേൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്റ്റെപ്പും എഴുതി തന്നെ ചെയ്യുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ 1/11 അതിനകത്ത് 2/11 3/11 കണ്ടുപിടിക്കാം. ഓക്കെ, 2/11 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് 2 into 1/11 equal to 2 into 0.090909 etc. ഇങ്ങനെ പോവാണ്. അപ്പം 9 into 2 എന്ന് പറയുമ്പോൾ 18 വരും അല്ലെ? 18 ആകുമ്പോൾ 18 റിമൈൻഡർ 1 0 ആഡ് ചെയ്ത് നമുക്ക് എന്താ വരുന്നത്? 0.181818 etc. എന്ന് കിട്ടും. സംശയം ഉണ്ടോ? ഞാൻ കുറച്ച് ടൈം മാത്രം എടുത്ത് കാണിക്കാം. 0. അല്ലെങ്കിൽ 0909 എന്നുള്ള നമുക്ക് ഡെസിമൽ ഇട്ടോണ്ട് ചെയ്യാറില്ല. ഇതിങ്ങനെ പോവാണ്. ഞാൻ ഒരു പർട്ടിക്കുലർ കേസ് വെച്ചിട്ട് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നിരിക്കട്ടെ. 2 ആകുമ്പോ എത്ര കിട്ടും? 9 into 2 എന്ന് പറയുന്നത് 8, റിമൈൻഡർ 1, 0 into 2 0 plus 1 18. അഗൈൻ വീണ്ടും അത് തന്നെ 18, ഇവിടെയും 18 ഡെസിമൽ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ 0.181818 എന്ന് പോകും. അടുത്ത 3/11 ആകുമ്പോഴോ 3 into 1/11 അപ്പോഴും 3 into 0.0909 ഈ 09 വരുന്നോണ്ടാ. ഇല്ലാതെ 0.999 എന്നാണോ പോകുന്നതെങ്കിൽ നമുക്ക് 3 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ ഒരു പർട്ടിക്കുലർ റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ പ്രയാസം. ഓക്കെ, എന്ത് കിട്ടും നമുക്ക്? 0.27 9 into 3 എന്ന് പറയുമ്പോൾ 27 അല്ലേ? 272727 എക്സെട്ര എന്ന് വരും. ഓക്കെ, ഇതിന്റെ വലിച്ച ഈ ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ നമ്മൾ എവിടെയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ആദ്യത്തെ പാർട്ട് വീഡിയോക്കകത്ത് എവിടെയോ 3/11 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2727 എക്സെട്ര എന്ന് വരും. പിടി കിട്ടുന്നുണ്ടോ? ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ഇനി തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്. അത് ഇത് തന്നെയാണ്, 10/11. അത് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോ 10 into 1/11 എഴുതുക. 10 into 0.090909 എക്സെട്ര എന്ന് പോകും. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ എന്ത് ചെയ്യും? ഒരു പ്ലേസ് റൈറ്റിലോട്ട് പോകും. ഒരു പ്ലേസ് എന്ന് വെച്ചാൽ ഈ പോയിന്റ് താണ്ടി ഇവിടെ നിന്ന് മാറി താണ്ടി ഇവിടെ വരും. അപ്പൊ 0 അങ്ങനെ പറയാറില്ല. റിസൾട്ട് എന്ത് കിട്ടും? 0.909090 എക്സെട്ര എന്നിങ്ങനെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ട് ഇവിടെ 2 സീറോസ് എന്തുകൊണ്ട് വരുന്നില്ല? 2 സീറോസ് ഉണ്ട്. നമ്മൾ ഈ പോയിന്റ് മാറിയിട്ട് ഇവിടെ വരികയാണ്. അപ്പൊ 0.909090 എന്നാ വരുന്നത്. അത് 0 നമ്മൾ ഒരിക്കലും പറയാമല്ലോ. ഇന്റിജർ പാർട്ട് ഒരു 0 കൊണ്ട് കാണിച്ചാൽ മതി. അപ്പൊ 0.909090 എക്സെട്ര എന്ന് നമുക്ക് ആൻസർ കിട്ടും. വ്യക്തമായ ഒരു കാര്യം. എളുപ്പമല്ലായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്തരത്തില് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച 9മായി ബന്ധപ്പെട്ട് പഠിച്ച ഒരു കാര്യമാണ്. നമുക്കറിയാം 0.111 എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? 1/9 അല്ലായിരുന്നു? അവിടെ പഠിച്ചായിരുന്നു 0.2222 എക്സെട്ര 2/9, 0.333 എന്നാണെങ്കിൽ 3/9. നമ്മളവിടെ ചെയ്ത് വെച്ചിരുന്ന പ്രോബ്ലം ആണ്. 0.555 ആണെങ്കിൽ 5/9, 0.777 എന്ത് കിട്ടും? 7/9. അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. ഒരു സിംഗിൾ ഡിജിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന കേസിൽ നമ്മൾ 9ന്റെ ഡിനോമിനേറ്റർ ആക്കി എഴുതാൻ നമ്മൾ പഠിച്ചായിരുന്നു. ഒരു ജനറൽ കേസിലേക്കൊക്കെ നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്തൊക്കെ എഴുതിയായിരുന്നു അല്ലെ? അതൊന്നും ഓർത്തിരിക്കാൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്തിട്ടാണ്. റൈറ്റ് ദ റിസൾട്ട് ഓഫ് ദ ഓപ്പറേഷൻസ് ബിലോ ആസ് ഡെസിമൽസ്. താഴെ കൊടുക്കുന്ന ഓപ്പറേഷൻസ് ഡെസിമൽസ് ആക്കി എഴുതുക. അതിൽ ഒന്നാമത് 0.111
എക്സെട്ര പ്ലസ് 0.222 എക്സെട്ര. നമുക്ക് വേണമെങ്കിൽ നോർമൽ മെത്തേഡിൽ ചെയ്തു പോകാതെ എങ്ങനെയാ 0.111 എക്സെട്ര 0.222 എക്സെട്ര ചെയ്യുമ്പോ ഇതൊരു 3.330 അങ്ങോട്ട് നമുക്ക് അസ്യൂം ചെയ്യാം അത് തന്നെയല്ലേ വരുന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇതിന്റെ റിസൾട്ട് 0.333 എന്ന് എഴുതാം. ഇല്ലെങ്കിൽ മറ്റൊരു രീതി ചെയ്യാം. 0.111 എന്ത് വരുന്നു 1/9 അല്ലയോ പ്ലസ് 0.222 എന്താ 2/9. അപ്പോ 1/9 പ്ലസ് 2/9 3/9 0.333 എക്സെട്ര. 3/9 എന്ന് പറയുമ്പോൾ 0.333 എക്സെട്ര. എളുപ്പമല്ലേ ഇത്? വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 0.333 മൈനസ് പ്ലസ് ആണ് 0.333 പ്ലസ് 0.777 0.333 എക്സെട്ര പ്ലസ് 0.777 എക്സെട്ര. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ചെറിയൊരു പ്രശ്നം വരും. ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പാടാം. 333 വേണ്ട, നമുക്ക് അതിലേക്ക് നിൽക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഒരിടത്ത് 0യും പിന്നെ ബാക്കിയുള്ളിടത്തെല്ലാം 111 കിട്ടിപ്പോ. അപ്പൊ ഏറ്റവും അവസാനം 0 എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതിനേക്കാൾ നല്ലത് നമുക്ക് ഫ്രാക്ഷൻ ചെയ്യുന്നത് 0.333 എക്സെട്ര എങ്ങനെ എഴുതും? 3/9 അതാ കുറച്ചുകൂടെ ബെറ്റർ. 0.777 7/9 ഇതല്ലേ? എത്ര കിട്ടും? 3 + 7 10/9. 10/9 നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഡിവൈഡ് നോക്കുവാണെങ്കിൽ 10/9 ഇങ്ങനെ കിട്ടും. 1 9 റിമൈൻഡർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 1/9. 1 + 1/9 വെച്ചാൽ 1 പ്ലസ് ഈ 1/9 എന്തുവാ അത് നമുക്കറിയാം. എന്തുവാ 0.111 എക്സെട്ര എന്നാ. ഇതിന്റെ അർത്ഥം റിസൾട്ട് എത്രയാ? 1 + 0.111 വെച്ച് കഴിഞ്ഞാൽ 1.1111 എക്സെട്ര ആൻസർ. സിമ്പിൾ അല്ലേ? ഈ ഒരു സ്റ്റെപ്പ് മാത്രം ചെറിയ മാറ്റം വന്നു. നമുക്ക് സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പൊ ഇവിടെ സിംഗിൾ ഡിജിറ്റ് അല്ല. അപ്പൊ 10/9 വന്നു. അപ്പൊ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 1 + 1/9 ആക്കി. അതിൽ 1/9 0.111 എന്നാ. അപ്പോ 1 + 0.11 വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1.2 + 0.5 വെച്ചാൽ 2.5. 2 + 0.73 എന്നാണെങ്കിൽ 2.73. അതുപോലെ 1 + 0.111 എന്നാണെങ്കിൽ ഇൻഡിജർ പാർട്ട് ആഡ് ചെയ്യുക. 0യും 1 ആഡ് ചെയ്താൽ 1, ബാക്കി ഡെസിമൽ അതുപോലെ. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അതേ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല. 0.333 എക്സെട്ര ഇൻറ്റു 0.666 എക്സെട്ര. ഈ രണ്ട് നമ്പേഴ്സ് വേറെ ഉള്ളത് ചോദിച്ചെങ്കിൽ നമുക്ക് ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് കാണിച്ചു കിട്ടും. നോക്കി എങ്ങനെ എഴുതാം? ഈക്വൽ ടു 0.333 എക്സെട്ര എന്തുവാ 3/9 ഇൻറ്റു ഇതാണെങ്കിലോ 6/9. ഇവിടെ വെച്ചൊരു ക്യാൻസലേഷൻ നടക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പാടാം. കാര്യം 9 × 9 81. ഡിനോമിനേറ്റർ 81 ആണെന്ന് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതായത് പറഞ്ഞാൽ ഇതിന് വരാൻ മറ്റേതെങ്കിലും നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇത് രണ്ടുകൂടെ ക്യാൻസൽ ചെയ്താൽ 3/9 നമുക്ക് 1/3 എന്ന് എഴുതിക്കൂടെ? ഇൻറ്റു 6/9 2/3 എന്നും എഴുതാം. അപ്പൊ 1/3 ഇൻറ്റു 2/3 1 × 2 2 2/9 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ 9 ആയതുകൊണ്ട് 2/9 എന്താ 0.222 എക്സെട്ര. സിമ്പിൾ ആണ്. പക്ഷെ ഈ സ്ഥാനത്ത് ഇപ്പൊ 5 ഇവിടെ ഒരു 7 ഒക്കെ ആണെങ്കിൽ 5/9 ഇൻറ്റു 7/9 എന്ന് പറയുമ്പോൾ 9 9 81 ആണ് വരുന്നത്. പിന്നെ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാനൊക്കെ ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പം ഇത് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതും അതേപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതും ആ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അതോ 0.666 ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ് 0.333 എക്സെട്ര ദ ഹോൾ സ്ക്വയർ. 0.333 എക്സെട്ര ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3/9 ദ ഹോൾ സ്ക്വയർ. 3/9 എങ്ങനെ എഴുതാം? 3/9 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1/3 നമ്മൾ ഇപ്പൊ അങ്ങോട്ട് എഴുതിയതേ ഉള്ളൂ. 1/3 ദ ഹോൾ സ്ക്വയർ. 1/3 സ്ക്വയർ വെച്ചാൽ 1 സ്ക്വയർ ബൈ 3 സ്ക്വയർ. 1 സ്ക്വയർ 1, 3 സ്ക്വയർ 9, 1/9 എന്ന് വെച്ചാൽ 0.111 എക്സെട്ര. അല്ലാതെ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല, പാടാം. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് 0.444 എക്സെട്ര എങ്ങനെ എഴുതും? ഇതിനെ റൂട്ട് ഓഫ് 4/9 എഴുതാം. 0.44 പകരം 44 എക്സെട്ര 4/9. അപ്പൊ 4ന്റെ റൂട്ട് ബൈ 9ന്റെ റൂട്ട്. 4ന്റെ റൂട്ട് എന്തുവാ
2 ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നതോ 3 അല്ലെ, 2/3. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എഴുതി 0.22 എന്ന് എഴുതി പോകാൻ പറ്റുമോ? പാടാ. കാര്യം എന്താ, നമുക്കിത് ഡയറക്റ്റ് നമുക്ക് അറിയത്തില്ല അല്ലെ. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യും, ഡിനോമിനേറ്റർ ഇവിടെ 9 ആക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ 9 ആക്കാൻ പറ്റത്തില്ലേ? പറ്റും. കാര്യം എങ്ങനെയാ, ഒരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താവും. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ചെറിയൊരു സ്റ്റെപ്പെങ്കിലും നമുക്ക് ചെയ്യേണ്ടി വന്നത്. ഇവിടെ 9 അല്ലാത്തത് കൊണ്ട്, കാര്യം 0.444 എക്സെട്ര ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 4/9 എഴുതി 4ന്റെ റൂട്ട് 2, 9ന്റെ റൂട്ട് 3 ആണ്. അപ്പൊ ഇവിടെ 9 കിട്ടാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു ഫ്രാക്ഷൻ 2 into 3/3 into 3 എന്ന് പറഞ്ഞാൽ 6/9 കിട്ടും. ഓക്കെ ആണല്ലോ. 6/9 കിട്ടും. ഇസ് ഈക്വൽ ടു 0.666 എക്സെട്ര എന്ന് നമുക്ക് എന്തിന്റെ ആൻസർ കിട്ടും, ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 0.666 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. കിട്ടിയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. ഇതോടുകൂടി കൊച്ചൊരു ചാപ്റ്റർ ആയിരുന്നു, വളരെ എളുപ്പം നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ആയി. അപ്പം ഈ പറഞ്ഞ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇനി അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.